എത്ര 80 വയസ്സുകളായി, പല 85 ഇന്ത്യയിൽ നടന്ന പല പല സംഭവവികാസങ്ങളിലെയും ഒരു ആള് എന്ന് വെച്ചാൽ അന്ന് ജീവിച്ചിരുന്ന വെച്ചാണ് ഈ വല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലോ എന്തെങ്കിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ രാഷ്ട്രീയത്തിൽ അന്നും ഇല്ല ഇന്നും ഇല്ല. പക്ഷെ ഇന്ന് വരെ ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നേരത്തെ മുതലേ ആർമി ലൈഫൊക്കെ വെച്ച് നോക്കുമ്പോഴേ പിന്നെ നമ്മുടെ നാഷണൽ നേതാക്കന്മാർ സത്യത്യാഗവും ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരോടൊരു സ്നേഹവും ബന്ധവും മാനസികമായിട്ടുണ്ടായി പോകുന്നു. അതെന്ന് വെച്ചാൽ മറ്റു പാർട്ടികൾ മോശമാണെന്ന് അതിനർത്ഥമല്ല. സാർ ജീവിച്ചു വന്ന സാഹചര്യത്തിൻ്റെ എല്ലാവരുടെയും ഉദ്ദേശം ഇന്ത്യ നന്നാകണമെന്നാണ്. നന്നായിക്കിടാൻ ഞാനും ആഗ്രഹിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ സാറ്? വോട്ട് ചെയ്യാൻ പോയി, ഇത്തവണയും പോയി. വോട്ടിൻ്റെ പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട് ശകലം ഇല്ലേ? അതെ അതെ അതെ. വോട്ട് ഈ സാറിൻ്റെ ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇപ്പോഴും ചോദിച്ചു ആരെങ്കിലും ഫോൺ വഴിയോ എന്തെങ്കിലും വഴി ബന്ധപ്പെടാറുണ്ടോ? അങ്ങനെ പഴയ മദ്രാസിലുള്ള ചില ഡയറക്ടർമാരൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ശശികുമാർ, AB രാജ്, രാജശേഖരൻ, ഇങ്ങനെ കുറേ പേരൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവർ ചിലപ്പോഴൊക്കെ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ വിളിക്കും. ഹരിഹരൻ, അതൊക്കെ പലരും വരാറുണ്ട് ഇവിടെ. ഞാൻ അവിടെ ആയിരുന്നു മിക്കവാറും വരുമായിരുന്നു. ഇങ്ങോട്ട് മാറിയ പിന്നെ അധികം വരാനും അറിയാനും ബുദ്ധിമുട്ടാണ്. അന്വേഷിച്ചൊക്കെ വരണ്ടേ, അതേ ഉള്ളൂ. ഒരു സംതൃപ്തനാണോ സാറ്? തൃപ്തിക്കാരൊന്നുമില്ല. ദൈവത്തിൻ്റെ ഇത് നിശ്ചയിച്ചിരിക്കുന്നത് നടക്കുക എന്നുള്ളതല്ലാതെ അത് അതൃപ്തി കാണിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. ഈ ജീവിച്ചിരുന്ന വെച്ചാൽ ആ കലയോടനുബന്ധിച്ച് ഭയങ്കര പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ട കാലത്ത് തെറ്റുകളെന്ന് വെച്ചാൽ മീൻസ് അന്നത്തെ പ്രായത്തിൽ വല്ല കുരുത്തക്കേടൊക്കെ ഇപ്പോഴത്തെ കാണിക്കുന്ന പോലെ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ വലിയ കുരുത്തക്കേടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വലിയൊരു ഈ വില്ലൻ എന്ന് വെച്ചാൽ യഥാർത്ഥ ജീവിതത്തിൽ വില്ലനായിരുന്നില്ല, മാനസികമായിട്ട് നല്ലവനായിരുന്നു. വില്ലൻ അഭിനയമാണല്ലോ, അല്ലാതെ അല്ലാതെ നമ്മൾ യഥാർത്ഥ വില്ലനല്ലല്ലോ. പിന്നെ ഒരു ചോദിക്കുകയാണ്, സാറ് അഭിനയിച്ച വില്ലൻ വേഷങ്ങൾ ഏത് വേഷങ്ങളും ആയിക്കോട്ടെ, അതിനുശേഷം സിനിമ കാണാറുണ്ടോ? ആ സിനിമ കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അനലൈസ് അതിലേക്ക് ഇത്തിരി നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊന്നുമില്ല, അത് തിരക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. നന്നാക്കാമെന്ന് ചോദിച്ചാൽ നന്നാക്കാൻ പിന്നെ സാധിക്കില്ല. അല്ല, മനസ്സിൽ വേണ്ട ഒരു അങ്ങനെ തോന്നലുണ്ട്, പ്രയോജനമൊന്നുമില്ലല്ലോ. അതും ഈ പറഞ്ഞ കഴിഞ്ഞ കാലത്തെ പറ്റിയാണ്. കഴിഞ്ഞത് നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒക്കില്ല. വൺസ് യു ഡിഡ് സംതിങ് ദാറ്റ് ഈസ് ഡൺ, അത് പോയി, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇത്ര നേരം സാറ് ഞങ്ങളോട് പഴയ കാലത്ത് മനസ്സ് തുറന്ന് സംസാരിച്ച് സാറ് ഭയങ്കര സന്തോഷവാനാണ്. നമ്മുടെ മലയാളികളായ പ്രേക്ഷകർ സാറിനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർക്കുള്ളൊരു മെസ്സേജ്, ഒരു നല്ല കലാകാരൻ, നല്ലൊരു കുടുംബ ജീവിതത്തിൽ നയിച്ച ആൾ, പഴയ ആർമിക്കാരൻ, എല്ലാം നിറഞ്ഞ ശരിക്കുള്ളൊരു ഒറിജിനൽ പച്ചയായ മനുഷ്യൻ. അതാണ് സാറിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും സാറിൻ്റെ ആ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ അറിയാം സാറൊരു പച്ചയായ മനുഷ്യൻ തന്നെയാണ്. എന്താണ് നമ്മുടെ സാറിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരും ഇപ്പോൾ പുതിയ വന്ന തലമുറക്കും കൊടുക്കാനൊരു മെസ്സേജ് സാറിന് എന്താണ് അവരോട് പറയാനുള്ളത്? മെസ്സേജ് എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക, അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അവനവൻ്റെ ജീവിതത്തിനെ അനലൈസ് ചെയ്യുക. വാട്ട് ഈസ് മൈ ലൈഫ്? ആ അവനവൻ്റെ ജീവിതത്തിനെ അനലൈസ് ചെയ്ത് അതിൽ ശരിയും തെറ്റും കണ്ടുപിടിച്ച് ആ തെറ്റ് റെക്ടിഫൈ ചെയ്ത് അത് ആവർത്തിക്കാതെ നന്മ ചെയ്യാൻ മാത്രം ശ്രമിക്കുന്ന ആൾ ജീവിതത്തിൽ വിജയിക്കും, അല്ലാത്തവൻ ജീവിതത്തിൽ പരാജയപ്പെടും. ഇത് ഓർത്തുകൊള്ളുക, ലോകത്തിൽ കുറവില്ല, നിങ്ങളുണ്ടാകില്ല എന്ന് ഓർത്താൽ മതി, മറ്റൊന്നുമില്ല. ലോകത്തിൽ ഒരിക്കലും ഒരു കുറവ് വരാറില്ല. പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇല്ല എന്ന് മാത്രം കരുതിയാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറൊന്നും പറയാനില്ല. നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വരുന്നത് കഴിഞ്ഞ കാലത്തെ മലയാളി മനസ്സുകളുടെ നന്മയുള്ള ഒരു മനുഷ്യനായ ജോസ് പ്രകാശിനെ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെ ഒന്നും കൂടി, ലോകത്തിൽ കുറവുണ്ടാകില്ല, പക്ഷെ നിങ്ങളുണ്ടാകില്ല. അതെ, ലോകത്തിൽ കുറവുണ്ടാകില്ല, പക്ഷേ നിങ്ങളുണ്ടാകില്ല. അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിൽ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ജീവിച്ചിരിക്കുന്നതും ആ ചെയ്യുന്ന പ്രവൃത്തിയിലും ഉണ്ടായ നന്മയുടെ ഭാഗമാണ്. തിന്മ ചെയ്യുന്നതിനൊരിക്കലും ഇങ്ങനെ നിൽക്കില്ല.
അവൻ ആ നിമിഷം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഇങ്ങനെയുള്ള കലാകാരന്മാരാണ് നമ്മുടെ പഴയകാല കലാകാരന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല, അവർ ചെയ്തിരിക്കുന്ന ത്യാഗങ്ങളൊന്നും. ഇപ്പോഴത്തെ കലാകാരന്മാർ ഉദ്ദേശിച്ചല്ല കേട്ടോ ഞങ്ങൾ ഈ കേരള വിഷൻ പറഞ്ഞത്. പഴയ കലാകാരന്മാർ അവർ വളരെയധികം ത്യാഗങ്ങൾ ഇവിടെ മലയാള മനസ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കുറേയധികം അവർ ജീവിതം തന്നെ കലയായിട്ട് അവർ അർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ എപ്പോഴും നമ്മൾ മനസ്സിൽ പൂജിക്കുക. നമ്മുടെ മനസ്സിൽ ഏകാലത്തും ജീവിച്ചിരിക്കുന്ന ഈ നല്ല ഒരു കലാകാരൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ പേരിലും ഈ സമൂഹത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു സാറേ. നന്ദി, നമസ്കാരം. വളരെ നന്ദി. താങ്ക് യു.